ഏതായാലും ഈ വീടുകളിലെ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി കെ രാജൻ. പരിശോധനയുടെ ഭാഗമായി എഞ്ചിനീയർമാർ മാർക്ക് ചെയ്ത പാടാണ് വിള്ളലായി തെറ്റിദ്ധരിച്ചതെന്ന് മന്ത്രി പറയുന്നു. ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി ടെറസിൽ വെള്ളം കെട്ടി നിർത്തി പരിശോധിച്ചതിനാലാണ് നനവ് കണ്ടെത്തിയത്, അല്ലാതെ ഏതെങ്കിലും മഴയിൽ ചോർന്നലിച്ചതല്ല എന്നുകൂടിയാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ഇവിടെ വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത്. ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തുകയുണ്ടായിട്ടുള്ളത്. എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ, ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. കരാറുകാർ പറയുന്നതിനപ്പുറം കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാണ് വീടുകളിലെത്തി പരിശോധന നടത്തിയതെന്ന് മന്ത്രി പറയുന്നു. മാത്രമല്ല, കൂലിപ്പണിക്കാരൻ എന്ന വിളിയിൽ ആത്മാഭിമാനമാണെന്നും കൂടിയാണ് മന്ത്രി വൈകാരികമായി പ്രതികരിച്ചത്. ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിയന്ത്രിച്ചല്ല ശീലമെന്നും എന്നും ചൂരൽമലയിലെ നാട്ടുകാർക്കൊപ്പമാണെന്നും മന്ത്രി പറയും. ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ടി വി പ്രസാദാണ് ചെയ്യുന്നത്. പ്രസാദ്, മാർക്ക് ചെയ്ത ഭാഗം മന്ത്രി തന്നെ നേരിട്ടെത്തി ഉരച്ചു നോക്കുന്നത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷം പരിഹാസവുമായി രംഗത്തെത്തി. പക്ഷേ വൈകാരികമായി തന്നെയാണ് മന്ത്രി പ്രതികരിക്കുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നൗഫലിനെതിരെ സൈബർ ആക്രമണം നടത്തരുതെന്ന് കൂടിയാണ് മന്ത്രി അഭ്യർത്ഥിക്കുന്നത്. ഏതായാലും വിള്ളലല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. അത് ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതുതന്നെയാണ് വിനീത ഗുഡ് ഈവനിങ് പറഞ്ഞതുപോലെ മന്ത്രി വൈകാരികമായ പ്രതികരണങ്ങളാണ് ഇന്ന് നടത്തിയത് എന്നുള്ളതാണ്. അതൊരു വിള്ളലാണ് എന്ന് ഒരു കാരണവശാലും പറയരുത്. അങ്ങനെയല്ല, എഞ്ചിനീയർമാർ കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഏതെങ്കിലും മഴയിൽ ചോർന്നു പോയതല്ല, അത് അവരുടെ പരിശോധനയുടെ ഭാഗമായി 24 മണിക്കൂറിലധികം വെള്ളം കെട്ടി നിർത്തിയപ്പോൾ ഉണ്ടായ വെള്ളം കനിഞ്ഞതാണ്. അതൊരു തരത്തിലും വീടിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും അത് പരിഹരിച്ച് മാത്രമേ വീട് കൈമാറുകയുള്ളൂ എന്ന ഉറപ്പാണ് മന്ത്രി രാജൻ നടത്തുന്നത് എന്നുള്ളതാണ്. വിനീത, നമ്മൾ കണ്ടതുപോലെ തുടക്കം മുതൽ, അതായത് അന്ന് ചൂരൽമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം മുതൽ തന്നെ അവിടെ ഉണ്ടായ ആളാണ് റവന്യൂ മന്ത്രി കെ രാജൻ. ആ ദുരന്തം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷവും കൃത്യമായ ഇടവേളകളിൽ അവരെ കാണാനും അവരോട് നേരിട്ട് സംസാരിക്കാനും ഒക്കെ തയ്യാറായ ഒരു മന്ത്രിയുമാണ് രാജൻ. അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടായിരുന്നു ആ പ്രതികരണം എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണമാണ് രാജൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ, റവന്യൂ മന്ത്രി എന്ന നിലയിൽ നടത്തിയത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത്. വിനീത, ശരി. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.